പിറവം കണ്ണീറ്റുമലയിലെ ഗ്രീൻ ഹിൽ പാർക്ക് പൂന്തോട്ടത്തിന്റെ പരിപാലനത്തിനായി ടാങ്കറിൽ വെള്ളമെത്തിക്കുന്നത് ആയിരക്കണക്കിന് രൂപയുടെ ബാധ്യതയാണ് മാസം തോറും നഗരസഭയ്ക്കുണ്ടാക്കുന്നതെന്ന് പിറവം നഗരസഭാ ചെയർമാൻ കെ.ആർ. പ്രദീപ് കുമാർ. പൂന്തോട്ടം നനയ്ക്കുന്നതിനാവശ്യമായ ജലലഭ്യതയ്ക്കുള്ള സൗകര്യം ഏർപ്പെടുത്താതെയാണ് പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതെന്നും കെടുകാര്യസ്ഥതയുടെ ഉദാഹരണമാണ് പിറവം കണ്ണീറ്റുമലയിലെ ഗ്രീൻ ഹിൽ പാർക്കെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻ നഗരസഭാ ഭരണസമിതിയുടെ കാലത്ത് കണ്ണീറ്റുമലയിൽ നിർമ്മിച്ച പൂന്തോട്ടം ഇന്ന് നഗരസഭയ്ക്ക് അധിക സാമ്പത്തിക ബാധ്യതയായി മാറുകയാണ്. പൂന്തോട്ടം നനയ്ക്കുന്നതിനായി ടാങ്കറിൽ വെള്ളം എത്തിക്കേണ്ടി വരുന്നത് മൂലം മാസം തോറും ആയിരക്കണക്കിന് രൂപയാണ് നഗരസഭ ചെലവഴിക്കുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതിനു മുൻപ് ആവശ്യമായ ജലലഭ്യത ഉറപ്പാക്കേണ്ടതായിരുന്നു എന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഇത്രയും ഉയർന്ന പ്രദേശത്ത് വാട്ടർ കണക്ഷൻ പ്രയോജനകരമാകില്ലെന്ന് വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ മുൻകൂട്ടി അറിയിച്ചിരുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പദ്ധതി പ്രദേശം സന്ദർശിച്ച പിറവം നഗരസഭാ ചെയർമാൻ കെ.ആർ. പ്രദീപ് കുമാർ ഈ വിഷയത്തിൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പദ്ധതിയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്നും അറിയിച്ചു. ഒരു പാർക്ക് സ്ഥാപിക്കുമ്പോഴത്തേക്കും ആ പാർക്ക് നിലനിർത്തണമെങ്കിൽ, അതിൻ്റെ അകത്തെ ചെടികൾ നിലനിർത്തണമെങ്കിൽ നമുക്ക് വെള്ളം ആവശ്യമാണ് എന്ന് ഏതൊരു കൊച്ചു കുഞ്ഞിനും അറിയാവുന്ന കാര്യമാണ്. നഗരസഭയുടെ ലക്ഷക്കണക്കിന് രൂപ ദൂർത്തടിച്ചുകൊണ്ട് നിരുത്തരപരമായിട്ട് പെരുമാറിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പിറവം നഗരസഭയിലുള്ള ആയിരക്കണക്കിന് ആളുകളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഇത് ദൂർത്തടിക്കുകയാണ് ചെയ്തത്. ഏത് വ്യക്തിയാണെങ്കിലോ ആരാണെങ്കിലോ അതിനെതിരെ മാതൃകാപരമായ രീതിയിലുള്ള നടപടി എടുക്കുന്നതിന് വേണ്ടിയിട്ട് മേലധികാരികളുടെ അന്വേഷണ ഏജൻസികളുടെ മുന്നിൽ ഞങ്ങൾ ഈ അവസരത്തിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. സന്ദർശനത്തിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അന്നമ്മ ഡോമി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അരുൺ കല്ലറയ്ക്കൽ, ജെയ്സൺ പുളിക്കൽ, ഷിബു കരേക്കാട്ട്, കൗൺസിലർമാരായ ജെസി തോമസ്, എം.കെ. ശിവഗിരി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഈ പാർക്കില് വെള്ളത്തിന് മാർഗമില്ല. നഗരസഭയിൽ നിന്നും ശ്മശാനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവരുന്ന വെള്ളം പാർക്ക് നനയ്ക്കുന്നതിനും ഒപ്പം തന്നെ നമ്മുടെ ഹരിതകർമ്മസേനയിലെ ചേച്ചിമാര് അവിടെ പ്ലാസ്റ്റിക് വേർതിരിക്കുന്നുണ്ട്. അവരുടെ ആവശ്യത്തിനും ഒക്കെ ആയിട്ടാണ് ഈ വെള്ളം നമ്മൾ കൊണ്ടുവരുന്നത്. ഒപ്പം തന്നെ 40 ലക്ഷം രൂപയാണ് ഈ പാർക്കിന്റെ നവീകരണത്തിന് വേണ്ടിയിട്ട്, പാർക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുള്ളത്. ഈ പാർക്ക് നിർമ്മിച്ച സമയത്ത് ഇവിടെ ഒരു ഷെഡ് ഉണ്ടാക്കുക ആയിരുന്നെങ്കിൽ ഹരിതകർമ്മസേനയിലെ ചേച്ചിമാര് കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് മാലിന്യം ഇവിടെ സംഭരിക്കാൻ സാധിക്കുമായിരുന്നു. ഇവിടെ വെച്ച് അതിനെ സോർട്ട് ചെയ്ത് അവർക്ക് ആവശ്യമായ രീതിയിൽ കൈമാറ്റം ചെയ്യാൻ സാധിക്കും. ഒരു പാർക്കും ഒരു ടോയ്ലറ്റും ഒക്കെ നിർമ്മിക്കുമ്പോൾ അത്യാവശ്യമായിട്ട് അവിടെ വേണ്ടത് അതിനാവശ്യമായ ജല സൗകര്യമാണ്. അത് കിട്ടില്ല എന്ന് വാട്ടർ അതോറിറ്റിയുടെ എഇ കഴിഞ്ഞ ദിവസവും മുനിസിപ്പാലിറ്റിയിൽ വന്നപ്പോൾ പറഞ്ഞു. കണ്ണീറ്റുമലയിലേക്ക് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ എത്തിക്കാൻ സാധിക്കില്ല എന്ന് എഇ ഞങ്ങളോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. ഇതിനെ പരിപാലിക്കാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ പെട്ടെന്നെടുത്ത തീരുമാനമാണെന്ന് തോന്നുന്നു. ഏതാണേലും വെള്ളമില്ലാതെ ഒരു പാർക്ക് ഇവിടെ സൃഷ്ടിച്ചത് വളരെ ഒരു എന്താ പറയണ, ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് അതുപോലെ തന്നെ ഒരു കംഫർട്ട് സ്റ്റേഷൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ്, അവിടെയും വെള്ളമില്ല. ന്യൂസ് ബ്യൂറോ, പിറവം. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.